ഹായ്, ഈ ഓണത്തിന് റിലീസാകാൻ പോകുന്ന നമ്മുടെ രാജുവേട്ടൻ്റെ ഖലീഫയിൽ ഇങ്ങനൊരു ഡയലോഗുണ്ട്. അതാ ഇപ്പം നല്ല കഥ. പണിക്കർ സാറെ എങ്ങക്കറിയോ ഈ നാട്ടിൽ എങ്ങനെ കൊഫേപ്പോസ ഉണ്ടായെന്ന്? എന്താണ് കൊഫേപ്പോസ? കൊഫേപ്പോസയുടെ ഫുൾ ഫോമാണ് കൺവേർഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻറ്റേഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ്. കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞാൽ കള്ളക്കടത്ത് നിരോധിക്കാനുള്ള ഒരു നിയമം. 1947 നമുക്ക് ഫ്രീഡം കിട്ടുമ്പോൾ ഇന്ത്യയുടെ എക്കോണമി ഒരുതരം ശവപ്പറമ്പായിരുന്നു. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുമായിരിക്കണം നമ്മുടെ ഗവൺമെൻറ് ഫോറിൻ വസ്തുക്കൾക്ക് മേൽ വലിയൊരു ടാക്സ് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് ഇത്തരത്തിലുള്ള ഫോറിൻ ഗുഡ്സ് അഥവാ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡുകളും കാര്യങ്ങളൊക്കെ അഫോർഡ് ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയായി മാറിയിരുന്നു. ഇതിനെ ബേസ് ചെയ്താണ് ഇന്ത്യയിലെ പല പോർട്ടുകളും കേന്ദ്രീകരിച്ച് അണ്ടർവേൾഡ് വളരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടായിരുന്ന ബോംബെ പോർട്ടിനെ കേന്ദ്രീകരിച്ച് മുംബൈ അണ്ടർവേൾഡ് എന്ന വലിയ സാമ്രാജ്യവും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് പ്രമുഖ പോർട്ടുകളായ കൽക്കട്ട, വിശാഖപട്ടണം, ചെന്നൈ, മംഗലാപുരം അതുപോലെ കൊച്ചി എല്ലാം കേന്ദ്രീകരിച്ച് സൗത്തിലും ചെറിയ ചെറിയ സാമ്രാജ്യങ്ങൾ വളർന്നു. 1968 ഇന്ത്യൻ ഗവൺമെന്റ് അവതരിപ്പിച്ച ഗോൾഡ് കൺട്രോൾ ആക്ട് പ്രകാരം ഒരു സാധാരണ മനുഷ്യന് സ്വർണ്ണക്കട്ടകളായോ കോയിൻസായോ കയ്യിൽ വെക്കുന്നതിന് കനത്ത നികുതി അടയ്ക്കേണ്ടി വരികയും ചില സമയത്ത് അത് കൈ വെക്കാനുള്ള അനുവാദവും ഇല്ലായിരുന്നു. ഇതേ തുടർന്ന് പോർട്ടുകളും എയർപോർട്ടുകളും വഴി ദുബായിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ടൺ കണക്കിന് സ്വർണ്ണം ഇന്ത്യയിലേക്ക് എത്തി തുടങ്ങി. മുംബൈ അണ്ടർവേൾഡിന്റെ കിരീടം വെക്കാത്ത രാജാക്കന്മാരായിരുന്ന ഹാജി മസ്താനും സുക്കൂർ നരൻ ബാട്ടയും കരീം ലാലയും വരദരാജ മുതലാളിയെല്ലാം നിയന്ത്രിച്ചിരുന്ന ഈ ഒരു സ്മഗ്ലിംഗ് റാക്കറ്റിനെ ഇല്ലാതാക്കാനാണ് ഇന്ദിരാഗാന്ധി 1974 കൊഫേപ്പോസ അവതരിപ്പിച്ചത്. അതുവരെ അവതരിപ്പിക്കപ്പെട്ടിരുന്ന മറ്റ് ആന്റി സ്മഗ്ലിംഗ് ലോസിൽ നിന്നും കൊഫേപ്പോസയ്ക്ക് മാത്രം ഉണ്ടായിരുന്ന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു കുറ്റം ആരോപിക്കപ്പെടുന്ന ഒരാളെ പ്രത്യേകിച്ച് ഒരു വിചാരണയും കൂടാതെ കസ്റ്റഡിയിലെടുക്കാനും 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തോളം കേസിന്റെ ഒരു ഗ്രാവിറ്റി അനുസരിച്ച് തടവിൽ സൂക്ഷിക്കാനും കൊഫേപ്പോസ കൊണ്ട് കഴിഞ്ഞിരുന്നു. 1975 ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അന്ന് കൊഫേപ്പോസയുടെ സഹായത്തോടെ മുംബൈ അണ്ടർവേൾഡിന്റെ തലതൊട്ടപ്പന്മാരായിരുന്ന പലരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയാണ്. ഇതിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഗ്യാങ്സ്റ്റർ ഹാജി മസ്താനും സുക്കൂർ നരൻ ബാട്ടിയും 2 വർഷത്തോളം ജയിലിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ്. ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചാൽ 1977 ഇതേ ഹാജി മസ്താൻ തന്റെ ഒപ്പമുള്ള 200ഓളം സ്മഗ്ലേഴ്സുമായിട്ട് ജയപ്രകാശ് നാരായണൻ എന്ന സോഷ്യൽ ആക്ടിവിസ്റ്റിന്റെ സഹായത്തോടെ ഗവൺമെന്റിന് മുന്നിൽ എന്നേക്കുമായിട്ട് കീഴടങ്ങുകയാണ്. എത്ര ഹീറോയിക് പരിവേഷം കൊടുത്താലും സ്മഗ്ലിംഗ് എന്നതൊരു രാജ്യത്തിന്റെ എക്കോണമിയെ തന്നെ തകർക്കുന്ന കാര്യമാണ്. അതിനെ പിടിച്ചു കെട്ടാൻ ഇത്രയും ശക്തമായിട്ടുള്ള നിയമങ്ങൾ അന്നത്തെ കാലത്ത് നമ്മുടെ ഗവൺമെന്റിന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വന്നു. ഇന്ത്യയിലും കേരളത്തിലും പലയിടത്തായിട്ട് നടക്കുന്ന സ്വർണ്ണക്കടത്ത് പോലുള്ള കാര്യങ്ങൾക്ക് ഇപ്പോഴും കൊഫേപ്പോസ യൂസ് ചെയ്ത് തന്നെയാണ് നടപടിയെടുക്കുന്നത്. സോ ഖലീഫയിൽ ഇനി രാജുവേട്ടനെ കൊഫേപ്പോസ വെച്ച് പിടിക്കുകയോ ഇല്ലയോ, അഥവാ മാമ്പറയ്ക്കൽ അഹമ്മദ് അലിയെ പിടിച്ചോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് സിനിമ ഇറങ്ങുമ്പോൾ കാണാം. സോ ഇങ്ങനത്തെ കണ്ടന്റ്സിനൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. സാറൊന്ന് ശ്രമിച്ചു നോക്ക് ആമിർ അലീനെ പൂട്ടാൻ. അപ്പ കാണാം മമ്പറം പള്ളിയിലെ ഉറൂസ്.